Theorem 4.2.3. If S is equal to W1, W2, etc. WR is a non-empty set of vectors in a vector space V, then first one, the set W of all possible linear combinations of the vectors in S is a subspace of V. Then the set W in part A is the smallest subspace of V that contains all the vectors in S, in the sense that any other subspace that contains those vectors contains W. അപ്പോൾ എന്താണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് നമുക്കറിയാലോ. linear combinationന്റെ definition ഒന്ന് നോക്കാം. If W is a vector in a vector space V, then W is said to be linear combination of vectors V1, V2, V etc. Vr in capital V if W can be expressed in the form W is equal to K1 V1 plus K2 V2 plus etc. Kr Vr. അതായത് V1, V2 etc. Vrകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഡബ്ല്യുവിനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു V1 പ്ലസ് വേറെ കോൺസ്റ്റന്റ് ഇൻറ്റു V2 പ്ലസ് എക്സെട്ര അങ്ങനെ മറ്റൊരു കോൺസ്റ്റന്റ് Vr ഇസ് ഈക്വൽ ടു W. ഇപ്പോൾ ഡബ്ല്യുവിനെ ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിച്ചാൽ എന്ന് പറയാം W ഇസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V1, V2 എക്സെട്ര Vr എന്ന് പറയാം. നമ്മൾ ആദ്യമായിട്ട് വേർഡ് കേൾക്കുന്നത് കൊണ്ടാണ് നമുക്കിത് പതിയെ പതിയെ മനസ്സിലാവും. എളുപ്പമുള്ളൊരു ടോപ്പിക്കാണിത്. പ്രൂഫിലോട്ട് വരാം. ഫസ്റ്റ് വൺ, W എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദ വെക്ടേഴ്സ് ഇൻ എസ്. അപ്പോൾ W എന്ന് പറഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനാണ്. We have to show that W is closed under addition and scalar multiplication. കാണിക്കേണ്ടത് W ഒരു സബ്സ്പേസ് ആണെന്നാണ് കാണിക്കേണ്ടത്. സബ്സ്പേസ് ആവണമെങ്കിൽ എന്ത് വേണം? ഡബ്ല്യുവിൽ നിന്ന് ഏതെങ്കിലും രണ്ട് എലമെൻറ്റ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു തന്നെ ഉണ്ടാവണം. ഒരു സ്കേലാർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ പ്രൊഡക്റ്റും ഡബ്ല്യു തന്നെ വേണം. അപ്പോൾ ഡബ്ല്യുവിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സുകൾ എടുക്കുക. ലെറ്റ് യു കോമ വി എലമെൻറ്റ് ഓഫ് ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ യുവും വിയും ഡബ്ല്യുവിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ യുവിൻ്റെ ഫോം എന്തായിരിക്കണം? ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കണം. എങ്ങനത്തെ ലീനിയർ കോമ്പിനേഷൻ? ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? W1, W2 എക്സെട്ര WRകളുടെ ലീനിയർ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു W1 പ്ലസ് വേറെ കോൺസ്റ്റന്റ് W2 പ്ലസ് എക്സെട്ര വേറെ കോൺസ്റ്റന്റ് WR. അതുപോലെ V എന്ന് പറഞ്ഞാൽ വേറെ കോൺസ്റ്റന്റ് K1 ഇൻറ്റു W1 പ്ലസ് K2 ഇൻറ്റു W2 പ്ലസ് എക്സെട്ര KR ഇൻറ്റു WR. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ W1, W2, WRകൾ ഒരിക്കലും മാറാൻ പാടില്ല. അതന്നെയാണ് എല്ലായിടത്തും വേണ്ടത്. പക്ഷേ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കേലാർസ് ഉണ്ടല്ലോ, അത് മാറി മാറി വരാം. C1, C2 എക്സെട്ര CR ആണ് ഇവിടെ ആകുമ്പോൾ K1, K2 എക്സെട്ര KR. നമുക്ക് എന്തുകൊണ്ട് രണ്ടും കൂടെ ആഡ് ചെയ്യണം. U പ്ലസ് V ഇസ് ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഞാൻ W1 കോമൺ ആണ്. C1 പ്ലസ് K1 പുറത്തെടുത്തു. C1 പ്ലസ് K1 ഇൻറ്റു W1 പ്ലസ് ഇവിടെ C2 പ്ലസ് K2 ഇൻറ്റു W2 പ്ലസ് എക്സെട്ര CR പ്ലസ് KR ഇൻറ്റു WR, which is a linear combination of the vectors in S. നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താ? W1, W2 എക്സെട്ര WRകളാണ് എസ്സിലെ എലമെൻറ്റ്സ്. അതിനെ ഒരു
സ്കെയിൽ ഇപ്പോൾ C1ഉം K1ഉം ഒരു സ്കെയിലർ ആണെങ്കിൽ C1 പ്ലസ് K ഒരു സ്കെയിലർ ആവില്ല. ഇപ്പോൾ C1 1, C2 2 ആണെങ്കിൽ 1 + 2 2 മറ്റൊരു കോൺസ്റ്റൻ്റ് അല്ലേ. അർത്ഥത്തിൽ ഇത് ഫുള്ള് വേറൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇത് ഫുള്ള് വേറൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു W1 പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഇൻറ്റു W2 പ്ലസ് എക്സെട്ര വേറെ കോൺസ്റ്റൻ്റ് ഇൻറ്റു WR ആ ഫോമിൽ എഴുതാൻ പറ്റി. അതുകൊണ്ട് U പ്ലസ് V ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് W1 W2 എക്സെട്ര WRകളുടെ. അതിൻ്റെ അർത്ഥം എല്ലാ ലീനിയർ കോമ്പിനേഷൻസും Wയിലുണ്ട്. അപ്പോൾ U പ്ലസ് Vയും Wയിലുണ്ട്. ഇതുപോലെ സ്കെയിലർ മൾട്ടിപ്പിൾ നോക്കണം. Let K be any scalar. Then K is equal to K into C1 U1 plus C2 U2 plus etc. CR UR is equal to K കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. K C1 W1 plus K C2 W2 plus etc. K CR WR which is കണ്ടോ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു W1 പ്ലസ് വേറെ കോൺസ്റ്റൻറ്റ് W2 plus etc. വേറെ കോൺസ്റ്റൻറ്റ് WR which is a linear combination of vectors in S, which implies W is closed under scalar multiplication. Therefore, W is a subspace of V. Then part B. Part B കാണിക്കേണ്ടത് the set W in part A. ഇപ്പോൾ ഉണ്ടാക്കിയ എസ്സിലെ വെക്ടേഴ്സുകളുടെ ലീനിയർ കോമ്പിനേഷൻ്റെ സെറ്റ് അതാണ് W. Is the smallest subspace of V that contains all the vectors in S. Sലെ എല്ലാ വെക്ടേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന, അതായത് W ആണ് സ്മോളസ്റ്റ് സബ്സ്പേസ് എന്ന് കാണിച്ചാൽ മതി. അതിനും ചെറിയൊരു സബ്സ്പേസ് നമുക്കിനി ഉണ്ടാക്കാൻ പറ്റില്ല. നോക്കാം. If W dash be any subspace of V that contains all the vectors in V. അപ്പോൾ എസ്സിലെ എല്ലാ വെക്ടേഴ്സും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സ്പേസ് ആണ് W dash. സിൻസ് W dash ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ. കാരണം എന്താ, W dash ഒരു സബ്സ്പേസ് ആണല്ലോ. സബ്സ്പേസ് ആകുമ്പോൾ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ദ വെക്ടേഴ്സ് ഇൻ എസ്. അപ്പോൾ ആ W ഡാഷിലെ എല്ലാ ലീനിയർ കോമ്പിനേഷനും വേണം. എല്ലാ ലീനിയർ കോമ്പിനേഷൻ്റെ കളക്ഷനാണ് W. അപ്പോൾ W ഡാഷിൻ്റെ ഉള്ളിലായിരിക്കും W ഉള്ളത്. അതായത് ഇതാണ് W ഡാഷ് എങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് W ഉണ്ടാവുക. അപ്പോൾ W is the smallest subspace. ലീനിയർ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനാണ് സ്മോളസ്റ്റ് സബ്സ്പേസ്. Then example 11. The standard unit vector span Rn. Rnൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, Rnൻ്റെ സ്പാൻ നമുക്ക് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ Rn ആർ അറിയാലോ. Rn എന്ന് പറഞ്ഞാൽ എന്താ, Rnൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. E1 1 0 0 0, E2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് കോർഡിനേറ്റിൽ 1 പിന്നൊക്കെ 0, E3 എന്ന് പറയുമ്പോൾ തേർഡ് കോർഡിനേറ്റിൽ 1 പിന്നൊക്കെ 0, E4 എന്ന് പറയുമ്പോൾ ഫോർത്ത് കോർഡിനേറ്റിൽ 1 പിന്നൊക്കെ 0, En എന്ന് പറയുമ്പോൾ nth കോർഡിനേറ്റിൽ 1 പിന്നൊക്കെ 0. These vectors span Rn. Since അതായത് ഈ n വെക്ടേഴ്സ് കൊണ്ട് E1 E2 എക്സെട്ര Enകൾ കൊണ്ട് നമുക്ക് Rnലെ ഏതൊരു എലമെൻറ്റിനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എന്തെങ്കിലും അർത്ഥം, Rnകൾ ആരുകൊണ്ട് സ്പാൻ ചെയ്യപ്പെടുന്നു, E1 E2 എക്സെട്ര Enകൾ കൊണ്ട് സ്പാൻ ചെയ്യപ്പെടുന്നു. These vectors span Rn since every vector V is equal to Rnലൊരു വെക്ടറിനെ ഞാൻ എടുക്കുന്നു V1 V2 എക്സെട്ര Vn. Since every vector V1 V2 etc. Vn in Rn can be expressed as V is equal to V1 E1 plus V2 E2 plus etc. Vn En. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ I എന്ന് പറഞ്ഞിട്ട് 1 0 0, J is 0 1 0, K is 0 0 1, സ്പാൻ R3. അതായത് ഈ മൂന്ന് വെക്ടേഴ്സ് കൊണ്ട് നമുക്ക് R3നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാണിക്കണ്ടേ. നോക്കാം. ഒരു ഇഷ്ടമുള്ളൊരു വെക്ടർ എടുക്കുക R3യിലെ A, B എടുത്തു. എനിക്ക് കാണിക്കേണ്ടത് ഈ A, B എന്ന് പറയുന്നത് എ കോൺസ്റ്റന്റ് ഇൻറ്റു I പ്ലസ് ഫോർ എ കോൺസ്റ്റന്റ് ഇൻറ്റു B പ്ലസ് ഫോർ എ കോൺസ്റ്റന്റ് ഇൻറ്റു C ആ രൂപത്തിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. B is equal to A, B, C ആണ്. ദാറ്റ് ഇസ് ഈക്വൽ A ഇൻറ്റു, എനിക്ക് ഇങ്ങനെ എഴുതാം, A ഇൻറ്റു 1, 0, 0 പ്ലസ് B ഇൻറ്റു 0, 1, 0 പ്ലസ് C ഇൻറ്റു 0, 0, 1 അല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AI പ്ലസ് BJ പ്ലസ് CK. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും,
വി എന്നൊരു വെക്ടറിനെ എനിക്ക് ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റും. എന്തിൻ്റെ? ഐൻ്റെയും ജെയുടെയും കെയുടെയും ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റി. എക്സാമ്പിൾ 30, a spanning set for Pn. ഇപ്പം നമ്മൾ കണ്ടത് Rnൻ്റെ ഒരു സ്പാനിങ് സെറ്റാണ്. സ്പാനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ Rnലെ ഏത് എലിമെൻ്റ് ഉണ്ടാക്കണമെങ്കിലും ആരൊക്കെ മതി എന്ന് കണ്ടുപിടിക്കില്ല. അതുപോലെ Pn എന്ന് പറഞ്ഞാൽ എന്താ? n ഡിഗ്രി അല്ലെങ്കിൽ താഴെ വരുന്ന പോളിനോമിയൽസിൻ്റെ കളക്ഷൻ. ഇപ്പോൾ ഒരു n ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാക്കണമെങ്കിൽ ആര് മതി? ആ സെറ്റിനെയാണ് നമ്മൾ സ്പാനിങ് സെറ്റ് എന്ന് പറയുന്നത്. The polynomial 1, x, x square, etc. xn span the vector space Pn. ഇത് Pn അതായത് എന്നോ എന്നോ താഴെ വരുന്ന പോളിനോമിയൽസിനെ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ആരൊക്കെ മതി? 1, x, x square, etc. xn അതുകൾ മതി. നോക്കാം. Since each polynomial p in Pn can be written as p is equal to a0 plus a1x plus a2x square plus anx raised to n. കണ്ടോ? ഇതാണല്ലോ എൻ്റെ ഒരു പോളിനോമിയൽ. ഈ പോളിനോമിയൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത്? ഇതാണ് സാധാരണ ഒരു പോളിനോമിയൽ സ്റ്റാൻഡേർഡ് രൂപം. nth ഡിഗ്രി പോളിനോമിയലിൻ്റെ. അത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? 1 into a0, x into a1, x square into a2, x raised to n into a. ദാറ്റ് ഈസ് ഈ നമ്പേഴ്സ് കൊണ്ട്, ഈ പോളിനോമിയൽസ് കൊണ്ട് എനിക്കിത് ഉണ്ടാക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്കെന്ത് പറയാം? സ്പാൻ ഓഫ് 1, x, x square, 1, x, x square, etc. x raised to n എന്ന് പറയുന്നത് Pn ആണ്. ദാറ്റ് ഈസ് Pn ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഈ എലമെൻസുകൾ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. Let u is equal to 1, 2, minus 1, v is equal to 6, 4, 2 in R cube. Show that w is equal to 9, 2, 7 is a linear combination of u and v, and that 9, 2, 7 എന്ന് പറയുന്നത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണോ എന്ന് നോക്കിയാൽ മതി. ഒന്ന്. മറ്റൊന്ന് 1, minus 1, 8 എന്ന് പറയുന്നത് ഈ യുവിൻ്റെയും വിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ അല്ലാന്നും കാണിക്കണം. നമുക്ക് ഇത്രേ കാണിക്കേണ്ടതുള്ളൂ. ഇൻ ഓർഡർ കാണിക്കാനായിട്ട് in order for W to be a linear combination of U and V, there must be a scalar K1 and K2 such that W is equal to K1U1 plus W is equal to K1U plus K2V. നമുക്ക് ഇത്ര ചെയ്താൽ മതി. ഒരു K1 ഉം K2 ഉം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? K1 ഇൻറ്റു തന്നിട്ടുള്ള U പ്ലസ് K2 ഇൻറ്റു തന്നിട്ടുള്ള V is equal to ഏതിൻ്റെയാണ് നോക്കേണ്ടത്? 9, 2, 7 ആണോ നോക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? K1 ഓഫ് 1, 2, minus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോന്നിനും K1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ K1 2K1 minus K1 പ്ലസ് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6K2 4K2 2K2. ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുക? ഓൾറെഡി പേഴ്സ് ഒന്നാമത്തെയും ആഡ് ചെയ്യുക. K1 പ്ലസ് 6K2 രണ്ടാമത്തെയും 2K1 പ്ലസ് 4K2 മൂന്നാമത്തെയും മൈനസ് K1 പ്ലസ് 2K2. അപ്പോൾ ഒന്നാമത്തെയും ഇപ്പോൾ 3 ടപ്പിൾസ് രണ്ടെണ്ണം ഈക്വൽ ആണെന്ന് പറഞ്ഞോളാം. അതിൻ്റെ അടുത്ത് എന്താ? ഈ ഒന്നാമത്തെയും ഈക്വൽ ആവണം. ദാറ്റ് ഈസ് K1 പ്ലസ് 6K2 ഈക്വൽ ടു 9 വരണം. അതുപോലെ 2K1 പ്ലസ് 4K2 ഈക്വൽ ടു 2 വരണം. മൈനസ് K1 പ്ലസ് 2K2 ഈക്വൽ ടു 7 വരണം. ഇനി ഇതിനെ സോൾവ് ചെയ്യണം. നമുക്ക് K1ൻ്റെയും K2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ? പല രീതിയിൽ ചെയ്യാം. നിങ്ങൾ മെട്രിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ ഒരു മെത്തേഡ് പറയണമെന്ന് മാത്രം. ആദ്യത്തെ ഇക്വേഷൻ അതുപോലെ എടുത്ത് എഴുതി. ഒന്നിന് പേര് കൊടുത്തു. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് 2 ഒന്നാമത്തെ ഇക്വേഷൻ ഇത് ഒന്നാണ് കേട്ടോ. ഇതൊന്നാണ്. ഇപ്പം എന്ത് കിട്ടും? ഇവിടെ ഇതിനൊക്കെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എൻ്റെ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. അപ്പോൾ 2K1 minus 2K1 0. 4K1 ഇത് 4K2 ആണ് കേട്ടോ. 4K2 ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. പ്ലസ് 12K2. അപ്പോൾ 4 minus 12 minus 8K2 is equal to ഇത് എത്രയാ? ഇത് 7 ഇതിനെ 2 കൊണ്ട് ഇത് 2 ആണ്. This is 2.
രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 18 ആൻഡ് 2 മൈനസ് 18 മൈനസ് 16 വരും. ഇത് വന്നു. ഈ എഴുതിയത് എന്താ, എങ്ങനെ ഏത് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 3ഉം ആഡ് ചെയ്യുക. മൈനസ് k1 പ്ലസ് k1 0, 2k2 പ്ലസ് 6k2 8k2 9 പ്ലസ് 7 60. അപ്പോൾ എന്താ ചെയ്തത്, ഇവിടെ എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ രണ്ട് എലമെൻറ്റ്സ് എനിക്ക് 0 ആക്കി മാറ്റണം. നമ്മൾ മെട്രിക്സിൽ റിഡക്ഷൻ ചെയ്യാറില്ല, അത് തന്നെ അവസ്ഥ. അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ എനിക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. 8k2 = 16. സോ k2 = 2. ഇവിടെ നോക്കിയാലോ, മൈനസ് 8k2 = മൈനസ് 16. സോ k2 = 2. ഏത് തരത്തിൽ നോക്കിയാലും k2ൻ്റെ വാല്യൂ 2 ആണ്. സോ k1 = ഇവരിൽ k2ൻ്റെ പകരം കൊടുക്കുമ്പോൾ 9 മൈനസ് 6k2, ദാറ്റ് ഈസ് 9 മൈനസ് 6 × 2, 9 മൈനസ് 12, ദാറ്റ് ഈസ് മൈനസ് 3. ഇവിടെ അപ്പോൾ k1 = മൈനസ് 3 എന്നും k2 = 2 എന്നും കിട്ടി. സോ w = മൈനസ് k1u പ്ലസ് k2v എന്നാണ്, മൈനസ് 3u പ്ലസ് 2v. ദാറ്റ്സ് അപ്പോൾ എന്ത് കിട്ടി, എനിക്ക് എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എനിക്ക് രണ്ട് കോൺസ്റ്റൻറ്റുകൾ അതിനെ കണ്ടുപിടിക്കാൻ പറ്റണം, k1ഉം k2. അത് കണ്ടുപിടിക്കാൻ പറ്റിയോ, കണ്ടുപിടിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇത് ലീനിയർ കോമ്പിനേഷനാണ്. ഇവിടെ ഇതാണ് പറയുന്നത്, എനിക്ക് എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എനിക്ക് k1ഉം k2ഉം കണ്ടുപിടിക്കാൻ പറ്റണം. എങ്ങനെ, w = k1u പ്ലസ് k2v എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ k1ഉം k2ഉം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഇതുപോലെ w' ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റില്ല എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, w' k1 × u പ്ലസ് k2 × v ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതാണ് w'. 4 മൈനസ് 1 8 ഇവിടെ k1 × u1 പ്ലസ് k2 × u2. തൊട്ട് മുമ്പ് ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെ എങ്ങനെ വരും, ഇക്വേറ്റ് ചെയ്തുമ്പോൾ എന്ത് വരും, k1 പ്ലസ് 6k2 = 4, 2k1 പ്ലസ് 4k2 = മൈനസ് 1, മൈനസ് k1 പ്ലസ് 2k2 = 8. നേരത്തെ ചെയ്ത പോലെ 2 മൈനസ് ഇക്വേഷൻ നമ്പർ, ഈ ഇക്വേഷനിൽ നിന്ന് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 മൈനസ് 2 × ഇക്വേഷൻ നമ്പർ 1 ഇവിടെ ഇങ്ങനെ തന്നെ കിട്ടും. എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇവിടെയും 0 വരച്ചണം, ഇവിടെയും 0 വരച്ചണം. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ പോസിറ്റീവ് k1 ഇവിടെ മൈനസ് k1 ആഡ് ചെയ്തപ്പോൾ ഇക്വേഷൻ നമ്പർ 3ഉം 1ഉം ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ എന്തായി, k1 പ്ലസ് 6k2 = 4 മൈനസ് 8k2 = മൈനസ് 9. ഇനി ഞാൻ ഇവിടെ ചെയ്തത്, ഇവിടെ അതുപോലെ തന്നെ ചെയ്തത്, ഇവിടെ ചെയ്ത മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, ഈ ഇക്വേഷനും ഈ ഇക്വേഷനും ആഡ് ചെയ്യുക. അപ്പോൾ 0 പ്ലസ് 0 0 വന്നു. ഇവിടെ മൈനസ് k2 പ്ലസ് k2 0k2 ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 3. ഇവിടെ എന്തുണ്ടായത്, 0k2 = 3, ദാറ്റ് ഈസ് k2 = 3. സോറി 0 = 3. അത് ശരിയല്ലല്ലോ, 0 = 3 എന്നാണ് ഇവിടെ ലാസ്റ്റ് ഇക്വേഷന് കിട്ടുന്നത്. അത് ഇമ്പോസിബിൾ അല്ലേ, 0 = 3 അല്ലല്ലോ. അങ്ങനെ വരാനുള്ള കാരണം എന്താ, ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് k1ഉം k2ഉം കണ്ടുപിടിക്കാൻ പറ്റില്ല. Therefore the system of equations is inconsistent. So no such a scalar k1 and k2 exist. നമുക്ക് മനസ്സിലായി, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, k1ഉം k2ഉം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന്. Therefore w' is not a linear combination of u and v. Then example 15, determine whether the vectors v1 = 1 1 2, v2 = 1 0 1 and v3 = 2 1 3 span the vector space R3. അതായത് R3നെ എനിക്ക് 3 കൊണ്ട് എഴുതാൻ പറ്റും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സ്പാൻ എന്ന വാക്ക് ഉപയോഗിച്ചു, കണ്ടുപിടിക്കേണ്ടത് എന്താ, ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമെന്ന് തന്നെയാണ്. We must determine whether an arbitrary vector, അതായത് R³ എന്നൊരു ആർബിട്രറി വെക്ടർ എടുക്കുക, b1 b2 b3. ആ b1 b2 b3 = k1 × v1 പ്ലസ് k2 × v2 പ്ലസ് k3 × v3 ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. അതായിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ b1 b2 b3 = k1 × v1 പ്ലസ് k2 × v2 പ്ലസ് k3 × v3. ഇതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അടി എങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്കൊരു 3 ഇക്വേഷൻ കിട്ടും, k1 പ്ലസ് k2 പ്ലസ് 2k2 = 3 = b1. അതുപോലെ ഇത് k1 പ്ലസ് k2 = b2, 2k1 പ്ലസ് k2 പ്ലസ് 3k3 = b3. ഇനി ഇതിനെ കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കാനായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ഇവിടെ b1 b2 b3 നോൺ സീറോ അല്ല, സീറോ അല്ല. അപ്പോൾ 3 ഇക്വേഷൻസ് 3 എണ്ണോ. അപ്പോൾ ഇതിന് ഉത്തരം ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ഈ മെട്രിക്സിന് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുക. ഈ
ഇതൊക്കെ എപ്പോൾ നടക്കുള്ളൂ? B1ഉം B2ഉം B3 നോൺ സീറോ ആണെന്ന് ഉറപ്പ് വരണം. ഇത് നോൺ സീറോ ആണ്, നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ലേ. കാരണം ഏതെങ്കിലും ഒരു വെക്ടർ എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ എല്ലാം 0 0 0 ആക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3 ഇക്വേഷനും 3 അൺനോണും കണ്ടോ. 3 ഇക്വേഷൻ 1 2 3. 3 അൺനോൺ ഏതൊക്കെയാണ്? K1 K2 K3 അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് 3 വേണം. 3 ഇക്വേഷനും വേണം. പിന്നെ ഇത് 3 നോൺ സീറോ ആയിരിക്കണം. ഇനിയിപ്പോൾ അത് നോൺ സീറോ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേറെ ഇതുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ളത് നോൺ സീറോ തന്നെയാണ്. അപ്പോൾ എന്ത് നോക്കിയാൽ മതി? നിങ്ങളിത് മെട്രിക്സിൽ പഠിക്കും കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഇത് വിശദീകരിച്ച് പറയാത്തത്. ഇതിൻ്റെ ഒരു കോഎഫിഷ്യന്റ് മെട്രിക്സ് ഏതാ? കോഎഫിഷ്യന്റ് മെട്രിക്സ് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ K1 K2 K3 ഒഴിവാക്കിയിട്ട് കോഎഫിഷ്യൻസ് മാത്രം എടുത്ത് എഴുതാം. 1 1 2 1 0 1 2 1 3. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് വരുമ്പോൾ കാണിച്ചത് 0 ആണെന്ന്. അപ്പോൾ ഈ സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. തിരിച്ച് ഡിറ്റർമിനൻ്റ് 0 ആണെങ്കിൽ ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ? നമുക്ക് K1ഉം K2ഉം K3 കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അർത്ഥം. ഇനി ഡിറ്റർമിനൻ്റ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിലോ K1ഉം K2ഉം K3 കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 0 വന്ന കാരണം ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ്. അതിൻ്റെ അർത്ഥം എന്താ? K1ഉം K2 K3 കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. B is equal to K1 into V1 plus K2 into V2 plus K3 into V3 എഴുതാൻ പറ്റില്ല. സോ V1, V2 and V3 do not span R3. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെഷനാണ്.